മഞ്ജു, എടോ താഴെ എല്ലാവരും തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ആ. മോന്ത, പീതാംബരനെ മുകുന്ദൻ എങ്ങനെയാ പരിചയം? എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല. പിന്നെ എന്തിനാ അയാള് മുകുന്ദനെ കാണാൻ വീട്ടിലേക്ക് വന്നത്? എന്തോ ഒരു കേസിന്റെ കാര്യം സംസാരിക്കാനാണ് അമ്മ പറഞ്ഞത്. അയാളന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അയാളെ മുകുന്ദന്റെ അടുത്തേക്ക് അയച്ചതാരാ? ഗിരിയേട്ടനാണോ? ഏയ് അല്ല, ഗിരി അയാളെ ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് പറഞ്ഞയച്ചു. അവര് തമ്മിൽ എന്തോ ചെറിയൊരു വഴക്ക് നടന്നു. പിന്നെ പീതാംബരൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. ഗിരിയേട്ടനും പീതാംബരനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് മുകുന്ദൻ അറിയോ? അത് അവര് തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ലെന്ന് എനിക്കറിയാം. ബാക്കി കാര്യങ്ങളൊന്നും എനിക്കത്ര വ്യക്തമല്ല. മുകുന്ദനോട് പോലും പറയാൻ പറ്റാത്ത എന്ത് രഹസ്യമാ ഗിരിയേട്ടനുള്ളത്? മഞ്ജു, അതത്ര വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. ഞാനും ഗിരിയേട്ടനും തമ്മിൽ കൂടുതൽ അകലാതിരിക്കാൻ ഒരു നല്ല കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് മുകുന്ദൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ ഞാൻ കുറ്റം പറയില്ല. പക്ഷെ യാഥാർത്ഥ്യ ബോധത്തോടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവരെല്ലാവരും എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ നിന്റെ വെറും തോന്നല. ആ പീതാംബരം പറയുന്നത് കേട്ട് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. അയാൾ വെറുതെ നിന്റെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ വേണ്ടി ഇറക്കുന്ന ഓരോ നമ്പർ ആയിരിക്കും. നിന്നെ ഇനി നേരിട്ട് കാണുമ്പോ നടന്നത് എന്താണെന്ന് പറയണമെങ്കിൽ അയാൾ കാശ് വേണമെന്ന് പറയും. നോക്കിക്കോ. അയാൾ എങ്ങനെയാ പെരുമാറുന്നൊക്കെ ഊഹിച്ച് പറയാൻ മാത്രം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പരിചയമുണ്ടോ? ഗിരി, അയാൾ എങ്ങനെ പരിചയമെന്ന് പറ. വെറുതെ ഈ വിഷയത്തിൽ നുണ പറയാൻ നിൽക്കരുത്. മഞ്ജുവിന് നിന്റെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഗിരിയേട്ടൻ സത്യം പറയണ്ട. ഗിരിയേട്ടന്റെ മുഖത്ത് നോക്കി അറിയാം എന്തോ ഒളിക്കാൻ ശ്രമിക്കുകയാണെന്ന്. ഞാനൊരു പോലീസുകാരിയല്ലേ, അതെന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. പക്ഷേ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഗിരിയേട്ടൻ എന്നോട് സത്യം പറയുന്നതിന് പകരം ആർക്കോ വേണ്ടിയെല്ലാം ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മരിച്ചത് എന്റെ അച്ഛനാ. എന്നിട്ട് പോലും ഗിരിയേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. തൽക്കാലം ഇതിനെപ്പറ്റിയൊന്നും മഹിമയോട് സംസാരിക്കാൻ നിൽക്കണ്ട. അവളെ വെറുതെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ചേച്ചി എങ്ങോട്ടാ മുങ്ങിയത്? ഞാൻ ടെറസിലുണ്ടായിരുന്നു. പായസം എല്ലാരും എടുക്ക്. ചേച്ചി, എനിക്ക് വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇത് കലക്കിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിലും ഭാനുമതിയമ്മയ്ക്ക് അപാര കൈപുണ്യാണെന്ന് എല്ലാവർക്കും അറിയാലോ. അയ്യോ, ഇതുണ്ടാക്കിയത് ഞാനല്ല. പിന്നാരാ? മഞ്ജു ആണോ? അല്ല. പിന്നാരാ? പായസം ഉണ്ടാക്കിയത് സഞ്ജുവാ. സഞ്ജയ് ഇത്ര നന്നായിട്ട് പാചകം ചെയ്യോ? ആദ്യമൊന്നും അങ്ങോട്ട് ശരിയായില്ല. പിന്നെ ഇത് പഠിച്ചെടുക്കണമെന്ന് ഇവനൊരു വാശിയായി. ഇപ്പോ അടുക്കളയിൽ ഒരുവിധം എല്ലാം നന്നായി ഉണ്ടാക്കാൻ ഇവനറിയാം. എന്താണെങ്കിലും സംഗതി കലക്കി. എന്താ ഗോപാൽജി, പായസം നന്നായിന്ന് ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. അത് ഉണ്ടാക്കിയത് സഞ്ജു ആണെന്ന് അറിയുന്നതിന് മുൻപല്ലേ. ഇപ്പോ അവൻ അടുക്കള പണി എടുത്തത് ഗോപാല മുതലാളിക്ക് ഇഷ്ടപ്പെട്ടു കാണില്ല. അതേടി, ഇഷ്ടപ്പെട്ടില്ല. ഞാനിവന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിപ്പിച്ചതേ
വല്ലുവിന്റെ വീട്ടിൽ അടുക്കള പണി ചെയ്യാനല്ല. ഈ എടി പൊടിന്നൊക്കെ തന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ വിളിച്ചാ മതി, അവര് വിളി കേൾക്കുമായിരിക്കും. പിന്നെ അടുക്കള പണി ചെയ്യുന്നത് അത്ര മോശമായ കാര്യമാണോ? വലിയ മുതലാളിയാകുന്നതിന് മുൻപ് ഗോപാൽജിയും ഈ പണി തന്നെയല്ലേ ചെയ്തിരുന്നത്? ആദ്യം ഒരു ചായക്കട, പിന്നെ കള്ളുഷാപ്പ്, പിന്നെ ബാറായി, ഫ്ളാറ്റുകളായി, സൂപ്പർ മാർക്കറ്റായി. പക്ഷെ ഒരിക്കലും വന്ന വഴി മറക്കാൻ പാടില്ല ഗോപാൽജി. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. സഞ്ജു നന്നായി പാചകം ചെയ്യാൻ പഠിച്ചത് ഒരു നല്ല കാര്യമല്ലേ? അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത്. ആഹാ, പായസം അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ അത് നീയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴുള്ള അച്ഛന്റെ പ്രതികരണമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അച്ഛനെ സോപ്പിടാനായിരിക്കും നീ ഇത് ഉണ്ടാക്കിയത്. ഇനി ആ വീടിന്റെ പടി ചവിട്ടുന്ന കാര്യം നീ അങ്ങ് മറന്നേക്ക്. എന്തുപറ്റി ഗോപാൽജി? അമ്മ സഞ്ജുവിനെ പറ്റി സംസാരിച്ചത് ഗോപാൽജിക്ക് വിഷമമായോ? ഏയ്, ഭാനുമതി അമ്മ പറഞ്ഞത് ശരിയാ. അവനെന്തെങ്കിലും ഒരു ജോലി പഠിക്കുന്നത് തന്നെയാ നല്ലത്. പക്ഷേ ഇത്രയും കാശ് ചെലവാക്കി പഠിപ്പിച്ചതിന് ശേഷവും അവൻ ഞാൻ പണ്ട് ചെയ്തിരുന്ന ജോലി തന്നെയാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ മനസ്സിലെവിടെയോ വല്ലാത്തൊരു വിഷമം. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇവിടെയുള്ള താമസം സഞ്ജുവിനെ അറിഞ്ഞോ അറിയാതെയോ കുറെ മാറ്റുന്നുണ്ട്. അവന് കുറച്ചുകൂടി വകതിരിവുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാം. നീ എന്താ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്നേ? മഞ്ജുവായിട്ട് വീണ്ടും വഴക്കൂടിയോ? ഏയ്, പിന്നെന്താ പ്രശ്നം? പീതാംബരൻ മഞ്ജുവിനെ കാണാൻ വന്നിരുന്നു. എപ്പോ? കുറച്ചു നേരം മുമ്പ് ഇവിടെ വന്നിട്ട് പോയി. അയാള് മഞ്ജുവിനോടെല്ലാം തുറന്നു പറയുന്ന തോന്നുന്നത്. മഞ്ജുവിന് ഇപ്പോഴേ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നീ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പീതാംബരൻ ഇതൊക്കെ ചെയ്യുന്നതേ കാശിന് വേണ്ടിയാ. അവന് വേണ്ട കാശ് എത്രയാന്ന് വെച്ചാ അത് ഞാൻ കൊടുത്തോളാം. അയാള് മഞ്ജുവിനോടൊന്നും പറയാൻ പോകുന്നില്ല. നമുക്ക് ഇറങ്ങിയാലോ അച്ഛാ? ശരി മോളെ, നീ കാറി കയറിക്കോ. നീ അകത്തേക്ക് ചെല്ല്. എന്നിട്ട് മഞ്ജുവായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി. എന്തായി അച്ഛാ? പീതാംബരന്റെ വരവ് അവനെ മഞ്ജുവിനെ നന്നായിട്ടൊന്ന് കുലുക്കിയിട്ടുണ്ട്. ഇനി അവർക്ക് ഈ വീട്ടിൽ മനസമാധാനമായിട്ട് കഴിയാൻ പറ്റില്ല. അപ്പോ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നു അല്ലേ?